നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി. ഒരുപക്ഷേ ഭൂമിയിൽ മനുഷ്യൻ ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുവിന് വേദന എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പം നടുവിന് വേദന എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുമെങ്കിലും സയാറ്റിക്ക എന്നൊന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. കാരണം നടുവിന് വേദന എന്ന് പറയുമ്പോഴും ഒരു സർജറിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സർജറിക്ക് കാരണമാകുന്ന നടുവിന് വേദന എന്ന് പറയുന്നതെല്ലാം ശരിക്കും സയാറ്റിക്ക തന്നെയാണ്. സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ സയാറ്റിക് നെർവിൻ്റെ കംപ്രഷനാണ്. നട്ടലിൻ്റെ കശേരികൾക്കിടയിലൂടെ പുറത്തേക്ക് കടന്നു വരുന്ന സയാറ്റിക് നെർവ് റൂട്ടിനെ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നും താഴേക്ക് കടന്നു വരുന്ന ഞരമ്പുകൾ പൈറിഫോമിസ് മസിൽ എന്ന് പറയുന്ന മസിലിനിടയിലോ കംപ്രസ്ഡ് ആകുമ്പോൾ ആ സയാറ്റിക് നെർവ് ഏതൊക്കെ ഭാഗത്തേക്കാണോ സപ്ലൈ ചെയ്യുന്നത് അവിടത്തേക്കെല്ലാം കടുത്ത വേദനയും പുകച്ചിലും എരിച്ചിലും സെൻസേഷൻ ഓൾട്ടർ ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സയാറ്റിക്ക എന്തുകൊണ്ടുണ്ടാകുന്നു? സയാറ്റിക്ക ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം നട്ടലിൻ്റെ കശേരികൾക്കിടയിലുള്ള ഡിസ്കിൻ്റെ തള്ളലാണ് എന്ന് പറയാം. എങ്ങനെയാണ് ഈ നട്ടലിൻ്റെ കശേരികൾക്കിടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് തള്ളുന്നത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും. ആ നട്ടലിൻ്റെ കശേരികളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന മാംസപേശികളുടെ അമിത മുറുക്കം. ഈ അമിത മുറുക്കം മൂലം ഉറപ്പായിട്ടും ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് സ്പേസിൽ ഒരു പ്രഷർ വർദ്ധിക്കാനിടയുണ്ട്. അതുമൂലം ഡിസ്ക് ബൾജ് ചെയ്യാനും ഇടയുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഈ മസിൽ വീക്ക്നെസ്, മസിലുകളുടെ ബലക്കുറവ്. ഈ മസിലുകളുടെ ബലക്കുറവ് വന്നാലും ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് സ്പേസിൽ മനുഷ്യൻ രണ്ട് കാലിൽ നിവർന്നു നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് മനുഷ്യരല്ലേ. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് നടുവിന് വേദന കൂടുതലായി ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാലിൽ നിവർന്നു നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു കശേരി മറ്റൊരു കശേരിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വീക്ക്നെസ് ഉണ്ടാവുമ്പോൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് കിട്ടാതെ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് സ്പേസിൽ പ്രഷർ കൂടുകയും ഡിസ്ക് ബൾജ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി കോർഡിനേഷൻ്റെ കുറവ്. അതായത് ഒരാൾ പെട്ടെന്ന് കുനിഞ്ഞിട്ട് നിവരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കോർഡിനേറ്റഡ് മൂവ്മെൻ്റ് ആണ്. കുറേ മസിൽസ് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സുഗമമായിട്ട് അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ മനസ്സ് ചിന്തിക്കുന്നതിനനുസരിച്ച് മസിൽസ് കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉളുക്കിപ്പിടിക്കാനും കൊളുത്തിപ്പിടിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടാവും. അതും ഇത്തരത്തിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനും ഒക്കെ കാരണമാകും. പിന്നെ നാലാമത്തെ ഒരു ഘടകമാണ് വീഴ്ചകളും ക്ഷതങ്ങളും ആക്സിഡൻസും ഒക്കെ. പക്ഷേ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന 90% രോഗികൾക്കും നടുവിന് വേദന രോഗികൾക്കും സയാറ്റിക് പേഷ്യൻസിനും വേദനയ്ക്ക് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള മസിൽ വീക്ക്നെസ്സോ സ്റ്റിഫ്നെസ്സോ ആണ്, അല്ലാതെ വീഴ്ചകളല്ല. വീഴ്ചകൾ മൂലം ചികിത്സയ്ക്ക് വരുന്നവർ ഒരു 10% താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീക്ക്നെസ്സും സ്റ്റിഫ്നെസ്സുമാണ് നടുവിന് വേദനയുടെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബേസിക്കലി നടുവിന് വേദന ഉണ്ടാക്കുന്നത്? അവനവൻ്റെ ജീവിതശൈലി തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നടുവിന് വേദനയെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ജീവിതശൈലി രോഗമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നടുവിന് വേദനയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങൾ ഒന്ന് ജീവിതശൈലിയും മാനസിക സമ്മർദ്ദവുമാണ്. മനുഷ്യൻ കൃഷി ചെയ്തും വേട്ടയാടിയും ഓടിയും ചാടിയും ഒക്കെ നടന്ന് ശീലിച്ച ആളുകളാണ്. പക്ഷെ ഇപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നു. നട്ടലിന് മൂവ്മെൻറ്റ്സ് കുറവാണ്. നട്ടലിന് മൂവ്മെൻറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ എക്സസൈസുകളും കുറവായതുകൊണ്ട് തന്നെ ഇത് നട്ടലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന മാംസപേശികളുടെ ബലക്കുറവിനും സ്റ്റിഫ്നെസ്സിനും ഒക്കെ കാരണമാകും. ഇത് തന്നെയാണ് മിക്കവാറുമുള്ള എല്ലാ നടുവിന് വേദനയുടെയും അടിസ്ഥാന കാരണം. ഇത് ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ്സ് വളരെയധികം നടുവിന് വേദനയ്ക്ക് കാരണമാകുമെന്ന് പറഞ്ഞു. സ്ട്രെസ് എന്തുകൊണ്ടാണ് നടുവിന് വേദനയ്ക്ക് കാരണമാകുന്നത് എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നടുവിന് വേദനയുടെ അടിസ്ഥാന കാരണം മാനസിക സമ്മർദ്ദമാണ്. ഇത് പറഞ്ഞത് ഞാനല്ല. ഇത് പറഞ്ഞത് ഒരു അമേരിക്കൻ ബാക്ക് പെയിൻ ഡോക്ടറായിരുന്ന ഡോക്ടർ ജോൺ ഇ സാർനോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഈ നടുവിന് വേദനയും മനസ്സും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ നടുവിന് വേദന എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഒരു മനുഷ്യൻ്റെ ദേഷ്യവും വാശിയുമാണെന്നാണ്. അതായത് നടുവിന് വേദനയുടെ പിന്നിലുള്ള അടിസ്ഥാന വികാരം ദേഷ്യവും വാശിയുമാണ്. നടുവിന് വേദനയുള്ള ആളുകളെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരോ വിജയിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മളൊന്ന് ഓർത്തു നോക്കൂ, നമുക്ക് ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ, നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള ഒരു തോന്നൽ, ഇത് ഈ ഒരു വികാരം ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയേ.
നമ്മൾ ഓടിയിട്ട് എത്തുന്നില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പറ്റുന്നില്ല, നമുക്കങ്ങോട്ട് ഓടി എത്താൻ കഴിയുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നടുവിൻ്റെ മസിൽസ് ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും അല്ലേ? കാലിലേക്കുള്ള മസിലുകളും ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും. ഇത്തരത്തിൽ മസിൽസ് തുടർച്ചയായിട്ട് സ്പാസ്റ്റിക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും അവിടെ ഒരു മസിൽ സ്റ്റിഫ്നെസ്സിനും ഇൻഫ്ലമേഷൻസിനും ഒക്കെ കാരണമാകും. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായി ഒരു സയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്യുന്നതിൽ മസിൽ സ്റ്റിഫ്നെസ്സിന് വലിയ റോളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്, ഈ പറയുന്ന ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് പറയുന്ന ആ ഒരു തോന്നലും അത്തരത്തിലുള്ള മസിൽ സ്പാസംസും ഒക്കെ വരുമ്പോൾ തുടർച്ചയായിട്ടും അത് ഇൻ്റർവേർട്ടിബ്രൽ ഡിസ്ക് സ്പേസിലെ പ്രഷർ വർദ്ധിപ്പിക്കുകയും അതുമൂലം ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാക്കുകയും അതുമൂലം സയാറ്റിക് നെർവിന് കംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നട്ടെല്ലിൻ്റെ ചുറ്റുമുള്ള മാംസപേശികൾ തുടർച്ചയായി സ്റ്റിഫായി ഇരിക്കുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. സ്റ്റിഫായിരിക്കുന്ന ഒരു ജോയിൻ്റ് തുടർച്ചയായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫ്രിക്ഷനുള്ള, അതായത് ഘർഷണത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ആ ജോയിൻറ്റിൻ്റെ തേയ്മാനത്തിന് വളരെയധികം കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള TMS, ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം മൂലമുള്ള മസിൽ സ്പാസം ഉള്ള ആളുകളിൽ സാധാരണ ആളുകളെ അപേക്ഷിച്ച് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇപ്പം ഇതൊന്നുമില്ല, ഒരു വീഴ്ചയോ മറ്റ് പ്രശ്നങ്ങളോ കൊണ്ട് ഒരാൾക്ക് നടുവേദന വന്നു എന്ന് കരുതുക. നടുവേദന വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട്, അവനവൻ അതുവരെ സുഗമമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഉറപ്പായിട്ടും അത് അയാളുടെ ആത്മവിശ്വാസത്തിനെ ബാധിക്കും. ഈ ആത്മവിശ്വാസക്കുറവ് എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി തന്നെയാണ്. ഈ ആങ്സൈറ്റി വീണ്ടും ഈ പറയുന്നത് പോലെ ഇൻക്രീസ്ഡ് മസിൽ സ്പാസത്തിന് കാരണമാകുന്നു. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആവുകയാണ്, ആങ്ഷ്യസ് ആവുകയാണ്, നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണ്, ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്, മസിൽ സ്പാസം ഇൻക്രീസ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും അത് വീണ്ടും ആ വേദനയെ വർദ്ധിപ്പിക്കും. ഈ വർദ്ധിച്ച വേദന വീണ്ടും അയാളുടെ ആങ്സൈറ്റിയെ വർദ്ധിപ്പിക്കും. ഈ ആങ്സൈറ്റി വീണ്ടും വേദനയെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് പലപ്പോഴും ക്രോണിക് ബാക്ക് പെയിനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ക്രോണിക് ബാക്ക് പെയിനിൽ അല്ലെങ്കിൽ ഒരു ക്രോണിക് സയാറ്റിക് പെയിനിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കാലിലേക്ക് വളരെ വീക്ക്നെസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ യൂറിൻ ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നു, അറിയാണ്ട് മൂത്രം പോകുന്നു, അത്തരമൊരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആയുർവേദം ചെയ്യുക, ആയുർവേദ ചികിത്സയ്ക്ക് പോയി ഒരാഴ്ച ഞാൻ കിഴിയും ചെയ്ത് ധാരയും ചെയ്ത്, അല്ലെങ്കിൽ 2 ആഴ്ച കിഴിയും ചെയ്ത് ധാരയും ചെയ്ത് ശരിയാക്കാമെന്ന് വിചാരിക്കരുത്. അതൊരു എമർജൻസി കണ്ടീഷനാണ്. നിങ്ങൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യുക തന്നെ വേണം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു യൂറിൻ ഇൻകോണ്ടിനൻസിലേക്കൊന്നും പോകാത്ത ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ നിലനിൽക്കുന്ന സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അത്തരം ഘട്ടങ്ങളിൽ, അത്തരം ഒരു സിവിയർ ആവാത്ത ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ സർജറി ചെയ്താലും അതൊരിക്കലും ഒരു നിലനിൽക്കുന്ന പരിഹാരം തരില്ല, താൽക്കാലിക പരിഹാരം മാത്രമേ തരുള്ളൂ. കാരണം അതൊരിക്കലും അവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായ മസിൽ സ്പാസത്തിനെയോ മസിൽ വീക്ക്നെസ്സിനെയോ ഒന്നും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതിന് സാധിക്കുന്നുമില്ല. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ കിഴികൾ, ധാരകൾ, ഇത്തരത്തിലുള്ള ചികിത്സകൾ അല്ലെങ്കിൽ വസ്തുക്കളും ഒക്കെ ചെയ്ത് അവിടുത്തെ മസിൽ സ്പാസം റിലീവ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ യോഗയിലൂടെ അവിടുത്തെ മാംസപേശികളുടെ സ്റ്റിഫ്നെസ്സിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വീക്ക്നെസ്സിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ് ബോഡി കോർഡിനേഷൻ, അതിനെ ഇൻക്രീസ് ചെയ്യാൻ വളരെ മനോഹരമായിട്ട് യോഗയിലൂടെ സാധിക്കും. പിന്നെ ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈം, നമ്മൾ ചിന്തിച്ചിട്ട് ഒരു മസിൽസ് റെസ്പോണ്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയത്തിനെയാണ് ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഈ ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈമിനെയും വളരെ ക്വിക്കാക്കാൻ നമുക്ക് യോഗയിലൂടെ സാധിക്കും. അങ്ങനെ അവിടെ ആ മാംസപേശികൾക്കുണ്ടായിട്ടുള്ള ആ സ്ട്രക്ചറൽ ഡാമേജുകളെ ശരിയാക്കി അതിനെ വീണ്ടും ഹെൽത്തി ആക്കാൻ വേണ്ടി നമുക്ക് ആയുർവേദ ചികിത്സയോടൊപ്പം യോഗയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. ഇത് മാത്രം പോരാ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഒരു വലിയ ഘടകമാണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഓടിയിട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ, അതൊരു വലിയ ഘടകമാണെന്ന് പറഞ്ഞു. അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു സ്ട്രെസ് ഫാക്ടറിനെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഈ ഒരു 3 ഡയമെൻഷണൽ ഒരു അപ്രോച്ചിലൂടെ ആയുർവേദവും യോഗയും മനഃശാസ്ത്രവും സമന്വയിപ്പിച്ച ഒരു ചികിത്സയിലൂടെ നമുക്ക് ഈ നടുവിന് വേദനയ്ക്ക് വളരെ സമ്പൂർണ്ണമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും.